സ്വന്തം ഉപ്പ കോടികളുടെ ബിസിനസ് നടത്തുന്ന ആളായിരുന്നു. പക്ഷേ മകൻ ആ ബിസിനസ്സിൻ്റെ ഉടമയാകണമെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ അവനോട് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. എൻ്റെ ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നീ എൻ്റെ മകനായി ഈ ബിസിനസ്സിലേക്ക് വരണം. മകൻ അച്ഛനെ വെറുത്തു. പക്ഷേ വെയിറ്ററുടെ യൂണിഫോം ധരിച്ച് ആദ്യ ദിവസം ജോലിക്കിറങ്ങിയപ്പോൾ അവൻ്റെ മുന്നിൽ തുറന്നത് ഉപ്പ ഇത്രയും വർഷം ഒളിപ്പിച്ച ഒരു ജീവിതമായിരുന്നു. എനിക്ക് ഒരു ഹോട്ടൽ വേണം ഉപ്പ. ആ വാക്കുകൾ കേട്ടപ്പോൾ ഹാരിസിൻ്റെ മുഖത്തൊരു ചിരി വന്നു. പക്ഷേ അത് സന്തോഷത്തിൻ്റെ ചിരിയായിരുന്നില്ല. നിനക്ക് ഹോട്ടൽ വേണോ? അതെ. എന്തിനാ? ഇത്രയും വർഷം നിങ്ങൾ ഉണ്ടാക്കിയ ബിസിനസ് ഞാൻ നോക്കണം. ഞാൻ പഠിച്ചത് അതിനാണ്. ഹാരിസ് കുറച്ചു നേരം മകനെ നോക്കി. നീ പഠിച്ചത് ബിസിനസ് നടത്താനാണ്. അയാൾ പതുക്കെ എഴുന്നേറ്റു. പക്ഷേ മനുഷ്യരെ മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല. മകൻ ഫൈസൽ ചിരിച്ചു. അതൊക്കെ ഞാൻ പഠിച്ചോളാം ഉപ്പ. എങ്ങനെ? ജോലി ചെയ്ത്. ഹാരിസ് തലകുലുക്കി. ഫൈസലിൻ്റെ മുഖത്ത് സന്തോഷം. അപ്പോൾ ഹോട്ടൽ എനിക്ക്. ഒരു നിബന്ധനയുണ്ട്. ഫൈസൽ നിർത്തി. എന്താ? ഹാരിസ് മേശയുടെ ഡ്രോയർ തുറന്ന് ഒരു വെള്ള ഷർട്ട് പുറത്തെടുത്തു. അതോടൊപ്പം ഒരു കറുത്ത പാൻറ്റും. ഇത് ധരിച്ചിട്ട് നാളെ രാവിലെ 8 മണിക്ക് ഹോട്ടലിലെത്തണം. ഫൈസൽ വസ്ത്രങ്ങൾ നോക്കി. ഇതെന്താ? ഹാരിസ് ശാന്തമായി പറഞ്ഞു. വെയിറ്ററുടെ യൂണിഫോം. ഫൈസൽ ആദ്യം ചിരിച്ചു. പിന്നെ ആ ചിരി പതുക്കെ മാഞ്ഞു. എന്ത്? നാളെ മുതൽ നീ എൻ്റെ ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്യും. ഞാനോ? അതെ. ഉപ്പ, നിങ്ങൾ തമാശ പറയുകയാണോ? അല്ല. ഫൈസലിൻ്റെ മുഖം ചുവന്നു. ഞാൻ നിങ്ങളുടെ മകനാണ്. ഞാൻ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം. എന്നിട്ട് ഹാരിസ് പതുക്കെ പറഞ്ഞു. എൻ്റെ കസേരയിൽ ഇരിക്കുന്നതിനു മുമ്പ് ആ കസേരയ്ക്ക് താഴെ നിൽക്കുന്ന മനുഷ്യരെ നീ അറിയണം. ഫൈസൽ ഒന്നും മിണ്ടിയില്ല. എത്ര ദിവസം? നീ പഠിക്കുന്നത് വരെ. എന്താണ് പഠിക്കേണ്ടത്? ഹാരിസ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു മനുഷ്യന് ഒരു ഭക്ഷണം വിളമ്പുമ്പോൾ അവൻ്റെ മുന്നിലെ പ്ലേറ്റിൽ ഭക്ഷണം മാത്രമല്ല ഉള്ളതെന്ന്. ഫൈസലിന് ആ വാക്കുകൾ മനസ്സിലായില്ല. എനിക്കിത് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ ഹോട്ടൽ വേണ്ട. അത്രയും പറഞ്ഞ് ഹാരിസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഫൈസൽ അവിടെ തന്നെ നിന്നു. അവൻ്റെ ഉള്ളിൽ ദേഷ്യം. എന്നെ വെയിറ്ററാക്കാനാണോ? അടുത്ത ദിവസം രാവിലെ നഗരത്തിലെ തിരക്കേറിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹാരിസ് ഗ്രാൻഡ് ഹോട്ടലിന് മുന്നിൽ ഒരു കാർ വന്നു നിന്നു. ഫൈസൽ കാറിൽ നിന്ന് ഇറങ്ങി. വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും, കയ്യിൽ ഒരു ചെറിയ ട്രേ. അവനെ കണ്ട ചില ജീവനക്കാർ പരസ്പരം നോക്കി ചിരിച്ചു. ഫൈസൽ അത് ശ്രദ്ധിച്ചു. ഹോട്ടലിലെ മാനേജർ റഷീദ് അവൻ്റെ അടുത്തേക്ക് വന്നു. ഫൈസൽ സാർ. അതെ. ഇന്ന് മുതൽ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യണം. എനിക്കറിയാം. റഷീദ് ഒരു നിമിഷം മടിച്ചു. ഒരു കാര്യം പറയട്ടെ? പറയൂ. ഇവിടെ നിങ്ങൾ ഹാരിസ് സാറിൻ്റെ മകനാണെന്ന് ആരോടും പറയരുത്. ഫൈസൽ ഞെട്ടി. എന്തിന്? അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. ഫൈസലിൻ്റെ ദേഷ്യം വീണ്ടും കൂടി. ആദ്യ ദിവസം തന്നെ അവന് ഏറ്റവും തിരക്കുള്ള ഭാഗത്താണ് ജോലി കിട്ടിയത്. രാവിലെ മുതലോട്ടം. ചായ, ദോശ, ബിരിയാണി. ഫൈസൽ ഓടി നടന്നു. അവൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ജോലി. ഒരു മേശയിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ആദ്യ മണിക്കൂറിൽ തന്നെ അവൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു മുതിർന്ന ജീവനക്കാരൻ അടുത്തേക്ക് വന്നു. മോനെ, പതുക്കെ. ഫൈസൽ അവനെ നോക്കി. എനിക്ക് പറ്റുന്നില്ല. അയാൾ ചിരിച്ചു. ആദ്യ ദിവസം എല്ലാവർക്കും അങ്ങനെയാണ്. നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? 17. ഫൈസൽ ഞെട്ടി. 17ഓ? അതെ. എന്തിനാണ് ഇത്രയും വർഷം ഇവിടെ തന്നെ? അയാൾ ചിരിച്ചു. എനിക്കിവിടെ ജോലി മാത്രമല്ല കിട്ടിയത്, പിന്നെ ഒരു കുടുംബം കിട്ടി. ഫൈസൽ ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ഹോട്ടലിൻ്റെ പ്രധാന വാതിലിലൂടെ ഒരു വയോധികനകത്തേക്ക് വന്നത്. വെള്ള ഷർട്ട്, പഴയൊരു തുണിസഞ്ചി, മുഖത്ത് ക്ഷീണം. അയാൾ ദിവസവും വരുന്ന ഒരാളാണെന്ന് ഫൈസലിന് തോന്നി. വയോധികൻ പതിവായി ഇരിക്കുന്ന കോണിലെ മേശയിലേക്ക് നടന്നു. ഫൈസൽ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്ത് വേണം? വയോധികൻ ചിരിച്ചു. പതിവുള്ളത്. എന്താണ് പതിവ്? ഒരു ചായ. ഫൈസൽ ചായ കൊണ്ടുവന്നു. അയാൾ പതുക്കെ കുടിച്ചു. പിന്നെ ബിൽ ചോദിച്ചു. ഫൈസൽ ബിൽ കൊണ്ടുവന്നു. വയോധികൻ പോക്കറ്റിൽ കൈയിട്ടു. കുറച്ച് നാണയങ്ങൾ മാത്രം. അവൻ അവ എണ്ണി. പണം പോരായിരുന്നു. ഫൈസൽ അത് കണ്ടു. ഇത് മതി. വയോധികൻ അവനെ നോക്കി. പക്ഷേ മതി. നിങ്ങൾക്ക് പ്രശ്നമാകില്ലേ? ഫൈസൽ ചെറുതായി ചിരിച്ചു. ഒരു ചായയുടെ പേരിൽ ആരും പ്രശ്നത്തിലാകില്ല. വയോധികൻ അവനെ കുറച്ചു നേരം നോക്കി. നീ പുതിയ ആളാണല്ലേ? അതെ. പേര്? ഫൈസൽ. വയോധികൻ പതുക്കെ പുഞ്ചിരിച്ചു. നല്ല പേര്. അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഫൈസൽ അവനെ നോക്കി. അപ്പോഴാണ് മാനേജർ റഷീദ് അടുത്തേക്ക് വന്നത്. അയാൾക്ക് എന്നും അങ്ങനെ തന്നെയാണ്. എങ്ങനെ? പണം തികയാറില്ല. പിന്നെ എന്തിനാണ് ഇവിടെ വരുന്നത്? റഷീദ് ചിരിച്ചു. അത് നിനക്ക് പിന്നെ മനസ്സിലാവും. ഫൈസൽ ഒന്നും മനസ്സിലാകാതെ നിന്നു. വൈകുന്നേരം ഹോട്ടലിലെ ജോലി കഴിഞ്ഞ് ഫൈസൽ വീട്ടിലെത്തി. ഷർട്ട് അഴിച്ചപ്പോൾ തന്നെ അവൻ്റെ കൈകൾ വേദനിച്ചു. അവൻ ദേഷ്യത്തോടെ ഉപ്പയുടെ മുറിയിലേക്ക് ചെന്നു. ഇന്നെനിക്ക് മനസ്സിലായി. ഹാരിസ് പത്രം വായിക്കുകയായിരുന്നു. എന്ത്? നിങ്ങൾ എന്നെ അപമാനിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഹാരിസ് പത്രത്തിൽ നിന്ന് കണ്ണുയർത്തി. എന്തുകൊണ്ട്? നിങ്ങളുടെ മകനായ എന്നെ വെയിറ്ററാക്കി. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അറിഞ്ഞാൽ
അവർ എന്തു പറയും? ഫൈസൽ മിണ്ടാതെ നിന്നു. ഹാരിസ് പത്രം മടക്കി വെച്ചു. ഇന്ന് എത്ര പേരെ കണ്ടു? ഒരുപാട്. അവരിൽ എത്ര പേരുടെ ജീവിതം നീ അറിഞ്ഞു? ഫൈസൽ ഒന്നും പറഞ്ഞില്ല. ഹാരിസ് പതുക്കെ ചോദിച്ചു. ഇന്നൊരു വയോധികൻ വന്നില്ലേ? ഫൈസൽ ഞെട്ടി. എങ്ങനെ അറിയാം? ഹാരിസ് മറുപടി പറഞ്ഞില്ല. അയാൾ എന്താണ് കഴിച്ചത്? ചായ. പണം കുറവായിരുന്നു. നീ എന്തു ചെയ്തു? ഫൈസൽ കുറച്ചു നേരം ഉപ്പയെ നോക്കി. ഞാൻ ബിൽ കുറച്ചു കൊടുത്തു. ഹാരിസിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി. അതാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ത്? ഹാരിസ് എഴുന്നേറ്റു. ബിസിനസ് കണക്കിൽ തുടങ്ങും, പക്ഷേ മനുഷ്യരെ മനസ്സിലാക്കുമ്പോഴാണ് അത് നിലനിൽക്കുന്നത്. ഫൈസൽ ഒന്നും പറഞ്ഞില്ല. അയാൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തിരിഞ്ഞു. അപ്പോൾ ഹാരിസ് പിന്നിൽ നിന്ന് വിളിച്ചു. ഫൈസൽ, എന്താ? ആ വയോധികനെ നാളെ കണ്ടാൽ അയാൾക്കൊരു ചായ കൊടുക്കണം. ഫൈസൽ ചിരിച്ചു. അത് ഞാൻ ഇന്നും കൊടുത്തല്ലോ. ഹാരിസ് പതുക്കെ പറഞ്ഞു. നാളെ മുതൽ ആ ചായയുടെ പണം വാങ്ങേണ്ടതില്ല. ഹാരിസിൻ്റെ വാക്കുകൾ കേട്ട് ഫൈസൽ ഉപ്പയെ നോക്കി. എല്ലാ ദിവസവും അയാൾക്ക് പണം തികയാതെ വന്നാൽ? ഹാരിസ് ചെറുതായി ചിരിച്ചു. അപ്പോൾ ആ കണക്കിൽ നഷ്ടം എന്നെഴുതരുത്, മനുഷ്യത്വം എന്നെഴുതണം. ഫൈസൽ ഒന്നും പറഞ്ഞില്ല. ഉപ്പയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവന് ചെറിയൊരു ആശയക്കുഴപ്പം തോന്നി. താൻ ഇതുവരെ ബിസിനസ് എന്നത് ലാഭവും നഷ്ടവും മാത്രമായാണ് കണ്ടിരുന്നത്. പക്ഷേ ഹാരിസ് അതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഉപ്പ, ആ വയോധികന് നിങ്ങളെ അറിയാമോ? ഹാരിസിൻ്റെ മുഖത്ത് പെട്ടെന്ന് മാറ്റം വന്നു. പക്ഷേ അതൊരു നിമിഷം മാത്രം. എന്തിനാണ് ചോദിക്കുന്നത്? അയാൾ ഇവിടെ പതിവായി വരുന്നു. നിങ്ങളും അയാളെക്കുറിച്ച് ചോദിച്ചു. അയാൾ നമ്മുടെ ഒരു പഴയ ഉപഭോക്താവാണ്. അത്രയേ ഉള്ളൂ. ഹാരിസ് ഫൈസലിനെ നോക്കി. അതിലപ്പുറം അറിയേണ്ട കാര്യമില്ല. ഫൈസൽ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഉപ്പ എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന തോന്നൽ അവൻ്റെ മനസ്സിൽ കിടന്നു. അടുത്ത ദിവസം രാവിലെ ഫൈസൽ പതിവിലും നേരത്തെ ഹോട്ടലിലെത്തി. അവൻ വെയിറ്ററുടെ യൂണിഫോം ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്നു. ഇന്നലെ ഉണ്ടായിരുന്ന ദേഷ്യം കുറച്ചു കുറഞ്ഞിരുന്നു. പക്ഷേ ഒരു കാര്യം അവന് ഇപ്പോഴും ഇഷ്ടമായിരുന്നില്ല. അവനെ ആരും ഹാരിസിൻ്റെ മകനായി കാണുന്നില്ല. എല്ലാവർക്കും അവൻ വെറും ഒരു പുതിയ വെയിറ്റർ. അത് ചിലപ്പോൾ അവൻ്റെ അഭിമാനത്തെ വേദനിപ്പിച്ചു. പക്ഷേ ഇന്നലെ കണ്ട ജീവനക്കാരൻ്റെ വാക്കുകൾ അവൻ ഓർത്തു. ഇവിടെ എനിക്ക് ഒരു കുടുംബം കിട്ടി. അപ്പോഴേക്കും മാനേജർ റഷീദ് വിളിച്ചു. ഫൈസൽ, ആ മേശ നോക്കൂ. ശരി. അവൻ തിരിഞ്ഞു നോക്കി. വാതിലിലൂടെ അതേ വയോധികൻ അകത്തേക്ക് വരുന്നു. ഫൈസലിൻ്റെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി. പതിവുള്ള ചായ. വയോധികനും ചിരിച്ചു. ഇന്ന് രണ്ടോ? ഒന്നെനിക്കും മറ്റൊന്ന് നിനക്കും. ഫൈസൽ ചിരിച്ചു. എനിക്ക് ചായ വേണ്ട. എങ്കിലിരിക്കൂ, എനിക്ക് ജോലിയുണ്ട്, അത് തീർന്നിട്ട് വരൂ. അയാളിരുന്നു. ഫൈസൽ ചായ കൊണ്ടുവന്നു. 2 കപ്പുകൾ. വയോധികൻ ഒരു കപ്പ് അവൻ്റെ മുന്നിലേക്ക് നീക്കി. ഇരിക്കൂ. എനിക്ക് പറ്റില്ല. നിന്റെ ഉപ്പ ഒരിക്കലും ജീവനക്കാരോടൊപ്പം ഇരുന്നിട്ടില്ലേ? ഫൈസൽ ഞെട്ടി. എൻ്റെ ഉപ്പയെ നിങ്ങൾക്ക് അറിയാമോ? വയോധികൻ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഉപ്പയെ അറിയാത്തവർ ഈ നഗരത്തിൽ കുറവാണ്. വയോധികൻ ചിരിച്ചു. നീ അവൻ്റെ മകനാണെന്ന് എനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. ഫൈസൽ അമ്പരന്നു. എങ്ങനെ? നിന്റെ കണ്ണുകൾ. എൻ്റെ കണ്ണുകളോ? അതെ. ഫൈസലിനൊന്നും മനസ്സിലായില്ല. നിങ്ങൾ ഉപ്പയെ എത്ര കാലമായി അറിയാം? വയോധികൻ മറുപടി പറയാതെ ചായ കുടിച്ചു. എത്ര വർഷമായി? എന്ത് ബന്ധം? വയോധികൻ പതുക്കെ എഴുന്നേറ്റു. അതൊരിക്കൽ നിന്റെ ഉപ്പയോട് തന്നെ ചോദിക്കണം. അയാൾ പുറത്തേക്ക് നടന്നു. ഫൈസൽ അവിടെ തന്നെ നിന്നു. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നല്ല തിരക്കായിരുന്നു. ഒരു കുടുംബം ഭക്ഷണം കഴിക്കാൻ വന്നു. അവരിൽ ഒരു ചെറിയ കുട്ടിയുണ്ടായിരുന്നു. കുട്ടി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു. അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, ഇത്രയും ഭക്ഷണം എടുത്തിട്ട് കഴിക്കില്ലേ? കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഫൈസൽ അത് ശ്രദ്ധിച്ചു. അവൻ അടുത്തേക്ക് ചെന്നു. മോനെ, എന്താ കഴിക്കാത്തത്? എനിക്ക് വിശപ്പില്ല. അപ്പോൾ ഇത്രയും ഭക്ഷണം എന്തിനെടുത്തു? കുട്ടി ഒന്നും പറഞ്ഞില്ല. ഫൈസൽ പ്ലേറ്റിലേക്ക് നോക്കി. അവന് തൻ്റെ ബാല്യകാലം ഓർമ്മ വന്നു. ഉമ്മ മരിച്ചു പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ലാത്ത ദിവസങ്ങൾ. അവൻ കുട്ടിയുടെ മുന്നിലിരുന്നു. ഇത് മുഴുവൻ കഴിക്കേണ്ട, ഇഷ്ടമുള്ളത് മാത്രം കഴിക്കൂ. കുട്ടി അവനെ നോക്കി. ശരിക്കും? അതെ, ശരിക്കും. ഫൈസൽ എഴുന്നേറ്റു. അവൻ പോകുമ്പോൾ മാനേജർ റഷീദ് ദൂരത്ത് നിന്ന് ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. വൈകുന്നേരം റഷീദ് ഫൈസലിനോട് പറഞ്ഞു, നിങ്ങൾ മാറുന്നുണ്ട്. ഇന്നലെ നിങ്ങൾക്കിവിടെ ജോലി ചെയ്യുന്നത് ഇഷ്ടമില്ലായിരുന്നു. ഫൈസൽ ചിരിച്ചു. ഇപ്പോഴും ഇഷ്ടമില്ല. ആളുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഫൈസൽ മറുപടി പറഞ്ഞില്ല. അന്ന് രാത്രി ഹോട്ടൽ അടയ്ക്കാൻ നേരം വയോധികൻ വീണ്ടും വന്നു. പക്ഷേ ഇത്തവണ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. അയാളുടെ കൂടെ ഒരു യുവാവും ഉണ്ടായിരുന്നു. ഫൈസൽ അവരെ കണ്ടു. വയോധികൻ യുവാവിനോട് പറഞ്ഞു, ഇവനാണ്. യുവാവ് ഫൈസലിനെ നോക്കി. ഇവനോ? ഫൈസൽ ആശയക്കുഴപ്പത്തിലായി. ഒന്നുമില്ല. യുവാവിനെ കൂട്ടി അയാൾ പുറത്തേക്ക് പോയി. ഫൈസൽ വാതിൽക്കൽ വരെ നോക്കി നിന്നു. അപ്പോഴാണ് ഹോട്ടലിന് പുറത്തു നിന്ന് ഒരു കാർ വന്ന് നിർത്തിയത്. കാറിൽ നിന്ന് ഇറങ്ങിയത് ഹാരിസ്. അയാൾ നേരെ ആ വയോധികൻ്റെ അടുത്തേക്ക് നടന്നു. ഇരുവരും മുഖാമുഖം നിന്നു. വയോധികൻ പറഞ്ഞു, നിന്റെ മകൻ മാറുന്നുണ്ട് ഹാരിസ്. ഹാരിസ് ഫൈസലിനെ നോക്കി. പക്ഷേ അവനോട് ഇനിയും സത്യം പറഞ്ഞിട്ടില്ലല്ലോ. ഹാരിസ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ഇല്ല. വയോധികൻ ചോദിച്ചു, ഇനിയും എത്ര കാലം?
ഹാരിസ് പറഞ്ഞു. അവൻ തയ്യാറാകുന്നത് വരെ അകത്തു നിന്നിരുന്ന ഫൈസലിന് അവരുടെ സംഭാഷണം കേൾക്കാനായില്ല. പക്ഷേ ഉപ്പ ആ വയോധികനെ വർഷങ്ങളായി അറിയുന്നുണ്ടെന്ന് അവന് ഇപ്പോൾ ഉറപ്പായി. അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? അതിനേക്കാൾ വലിയൊരു ചോദ്യം അവൻ്റെ മനസ്സിൽ ഉയർന്നു. എന്നിൽ നിന്ന് എന്താണ് ഉപ്പ മറച്ചു വെക്കുന്നത്? അന്ന് രാത്രി ഫൈസൽ ആദ്യമായി ഹാരിസിനോട് ഹോട്ടലിനെക്കുറിച്ചല്ല, തൻ്റെ ഉപ്പയുടെ ജീവിതത്തെക്കുറിച്ചാണ് അറിയാൻ ആഗ്രഹിച്ചത്. ഇന്ന് രാത്രി വീട്ടിലെത്തിയിട്ടും ഫൈസലിൻ്റെ മനസ്സിൽ നിന്ന് ആ വയോധികൻ്റെ മുഖം മാഞ്ഞില്ല. നിന്റെ മകൻ മാറുന്നുണ്ട് ഹാരിസ്. അയാൾ എന്താണ് ഉദ്ദേശിച്ചത്? ഉപ്പ എന്തിനാണ് അവനോട് ഇത്രയും കാര്യങ്ങൾ മറയ്ക്കുന്നത്? ഫൈസൽ നേരെ ഹാരിസിൻ്റെ മുറിയിലേക്ക് ചെന്നു. ഉപ്പ. ഹാരിസ് പുസ്തകം വായിക്കുകയായിരുന്നു. എന്താ മോനെ? ഇന്ന് ആ വയോധികൻ വന്നിരുന്നു. ഹാരിസ് പുസ്തകത്തിൽ നിന്ന് കണ്ണുയർത്തി. ആര്? ഹോട്ടലിൽ ദിവസവും ചായ കുടിക്കാൻ വരുന്ന ആൾ. അയാൾക്ക് നിങ്ങളെ അറിയാം. ഹാരിസ് ഒന്നും പറഞ്ഞില്ല. എത്ര കാലമായി അറിയാം? വർഷങ്ങളായി. എത്ര വർഷം? ഹാരിസ് പുസ്തകം അടച്ചു. എന്തിനാണ് നീ ഇതൊക്കെ ചോദിക്കുന്നത്? ഫൈസൽ കുറച്ചു നേരം ഉപ്പയെ നോക്കി. കാരണം അയാൾ എന്നെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഹാരിസിൻ്റെ മുഖം ഗൗരവമായി. എന്താണ് പറഞ്ഞത്? അതെനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്കറിയണം. ഹാരിസ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഫൈസൽ, ചില കാര്യങ്ങൾ സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറയും. എപ്പോഴാണ് ആ സമയം? ഹാരിസ് മിണ്ടിയില്ല. ഞാൻ കുട്ടിയല്ല ഉപ്പ, എനിക്കറിയണം. അപ്പോൾ എന്നോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഹാരിസ് മകൻ്റെ അടുത്തേക്ക് വന്നു. നിന്നെ ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടല്ല. നീ ആദ്യം നിന്നെ തന്നെ മനസ്സിലാക്കണം. ഫൈസലിന് ആ മറുപടി ഇഷ്ടമായില്ല. അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അടുത്ത ദിവസം ഹോട്ടലിൽ ഫൈസലിന് പുതിയൊരു അനുഭവം. ഒരു വയോധിക ദമ്പതികൾ ഭക്ഷണം കഴിക്കാൻ വന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഭർത്താവ് ബിൽ ചോദിച്ചു. ഫൈസൽ ബിൽ കൊണ്ടുവന്നു. അയാൾ പണം എണ്ണി. പക്ഷേ കുറച്ചു കുറവായിരുന്നു. അവനെ ബാക്കി നാളെ തരാം. ഫൈസൽ ഒന്നും പറയാതെ ബില്ലെടുത്തു. അത് വേണ്ട, പക്ഷേ ഇന്നിത് മതി. വയോധികൻ അവനെ നോക്കി. നന്ദി. അവർ പോയ ശേഷം റഷീദ് ഫൈസലിൻ്റെ അടുത്തേക്ക് വന്നു. നീ ഇപ്പോൾ ഉപ്പയെപ്പോലെ സംസാരിക്കാൻ തുടങ്ങി. അത് നല്ലതാണോ മോശമാണോ? നല്ലതാണ്. പക്ഷേ ഉപ്പയ്ക്ക് എന്നെ ഹോട്ടലിൻ്റെ ഉടമയാക്കണമെങ്കിൽ ആദ്യം വെയിറ്റർ ആക്കേണ്ടി വന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. റഷീദ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, അതൊരിക്കൽ നിനക്ക് മനസ്സിലാകും. നിങ്ങൾക്കും അറിയാമോ? റഷീദ് ചിരിച്ചു. ഈ ഹോട്ടലിൽ നിന്റെ ഉപ്പയെക്കുറിച്ച് അറിയാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. ഫൈസൽ അമ്പരന്നു. എന്താണ് എല്ലാവരും എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? റഷീദ് മറുപടി പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം ഹോട്ടലിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. ഒരു ഉപഭോക്താവ് ബില്ലിനെക്കുറിച്ച് ദേഷ്യപ്പെട്ടു. ഇത്രയും പണം എങ്ങനെയാണ് വന്നത്? ഫൈസൽ ബിൽ നോക്കി. സാർ, നിങ്ങൾ 2 വിഭവങ്ങൾ അധികം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഫൈസൽ ഉടൻ മാനേജറെ വിളിക്കാതെ കിച്ചണിൽ അന്വേഷിച്ചു. അവിടെ പിഴവ് സംഭവിച്ചതാണെന്ന് മനസ്സിലായി. അവൻ ബിൽ തിരുത്തി. ഉപഭോക്താവ് പോകുമ്പോൾ നന്ദി പറഞ്ഞു. ഫൈസൽ ആദ്യമായി മനസ്സിലാക്കി, ഒരു പ്രശ്നം ജയിക്കുന്നതിലും ഒരാളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലാണ് യഥാർത്ഥ സംതൃപ്തി. അത് അവൻ വീട്ടിലെത്തി ഉപ്പയോട് പറഞ്ഞു. ഹാരിസ് ശ്രദ്ധയോടെ കേട്ടു. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഹോട്ടൽ നടത്തുന്നത് കസേരയിലിരുന്ന് ആളുകൾക്ക് ജോലി കൊടുക്കുന്നതല്ല, അവരുടെ ജോലി എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്നതാണ്. ഹാരിസ് മകൻ്റെ തോളിൽ കൈവച്ചു. ഇപ്പോൾ നീ പഠിക്കാൻ തുടങ്ങി. ഇനി എത്ര ദിവസം വെയിറ്റർ? അത് നിന്റെ തീരുമാനമാണ്. എൻ്റെ തീരുമാനമോ? നാളെ നീ തന്നെ പറയണം. നിനക്ക് ശരിക്കും ഈ ഹോട്ടൽ വേണമോ, അതോ ഈ ഹോട്ടലിൻ്റെ ഉടമയാകണമോ? ഫൈസൽ ആ ചോദ്യം കേട്ട് നിശബ്ദനായി. രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം അന്ന് ആദ്യമായി അവന് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ ഹോട്ടലിലെ വാതിൽ തുറന്നപ്പോൾ ഫൈസൽ പതിവ് പോലെ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴാണ് റഷീദ് അവൻ്റെ അടുത്തേക്ക് വന്ന് ഒരു ചെറിയ പാക്കറ്റ് കൊടുത്തത്. ഇത് നിനക്കുള്ളതാണ്. എന്താണ്? ഫൈസൽ പാക്കറ്റ് തുറന്നു. അതിനുള്ളിൽ ഒരു പഴയ ഫോട്ടോ. അവനത് കണ്ടതും ഞെട്ടി. ഫോട്ടോയിൽ ചെറുപ്പക്കാരായ ഹാരിസ് അതേ വയോധികനോടൊപ്പം നിൽക്കുന്നു. പക്ഷേ ഫോട്ടോയുടെ പിന്നിൽ ഒരു തീയതി എഴുതിയിരുന്നു. ഫൈസൽ പതുക്കെ ഫോട്ടോ മറിച്ചു നോക്കി. അവിടെ ഉപ്പയുടെ കൈയെഴുത്തിൽ ഒരു വാചകം. അന്ന് ഞാൻ അവനോട് ഒരു വാക്ക് കൊടുത്തു. ഫൈസലിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്ത് വാക്ക്? അതറിയാൻ അവൻ ആദ്യമായി ഉപ്പയുടെ പഴയ ജീവിതത്തിലേക്ക് അന്വേഷിച്ചിറങ്ങാൻ തീരുമാനിച്ചു. ഫൈസലിൻ്റെ കയ്യിൽ ആ പഴയ ഫോട്ടോ വിറച്ചുകൊണ്ടിരുന്നു. അന്ന് ഞാൻ അവനോട് ഒരു വാക്ക് കൊടുത്തു. ആ വാക്ക് എന്തായിരുന്നു? അവൻ നേരെ ഉപ്പയുടെ ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ വാതിൽക്കൽ എത്തിയപ്പോൾ അകത്ത് നിന്ന് സംസാരിക്കുന്ന ശബ്ദം കേട്ടു. ഹാരിസും ആ വയോധികനും. ഫൈസൽ വാതിൽ തുറക്കാതെ അവിടെ നിന്നു. ഹാരിസ്, വയോധികൻ്റെ ശബ്ദം. ഇനി എത്ര കാലം നീ ഇത് അവനിൽ നിന്ന് മറച്ചു വയ്ക്കും? ഹാരിസ് പതുക്കെ പറഞ്ഞു. അവൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അവൻ തയ്യാറായി കഴിഞ്ഞു. നിനക്കങ്ങനെ തോന്നാം. ഇന്നലെ അവൻ ചെയ്ത കാര്യം നീ കണ്ടില്ലേ? ഹാരിസ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. അവൻ മാറുകയാണ്.
അകത്തേക്ക് കയറാൻ പോകുമ്പോഴാണ് ഹാരിസിൻ്റെ ശബ്ദം കേട്ടത്. പക്ഷേ അവൻ ആ സത്യം അറിഞ്ഞാൽ എന്നെ ഒരിക്കലും പഴയ പോലെ കാണില്ല. ഫൈസൽ മരവിച്ചു. എന്ത് സത്യം? വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഹാരിസും വയോധികനും പെട്ടെന്ന് അവനെ നോക്കി. എന്താണ് എന്നിൽ നിന്നും മറയ്ക്കുന്നത്? ഹാരിസ് മിണ്ടാതെ നിന്നു. ഫൈസൽ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു. ഇതെന്താണ്? ഹാരിസ് ഫോട്ടോ കണ്ടതും കണ്ണുകൾ താഴ്ത്തി. വയോധികൻ പതുക്കെ പറഞ്ഞു, ഇനി പറയണം ഹാരിസ്. ഹാരിസ് മകൻ്റെ അടുത്തേക്ക് വന്നു. ഇനി സമയമാകുമ്പോൾ പറയാമെന്ന് പറയരുത്. ഹാരിസ് നിശബ്ദനായി. ഫൈസൽ വീണ്ടും ചോദിച്ചു, ആ ദിവസം നിങ്ങൾ ഇദ്ദേഹത്തിന് എന്ത് വാക്കാണ് കൊടുത്തത്? വയോധികൻ ഹാരിസിനെ നോക്കി. അയാൾ ആ പഴയ ഫോട്ടോ കയ്യിലെടുത്തു. ഈ ഹോട്ടൽ എൻ്റേതായിരുന്നില്ല. ഫൈസൽ ഞെട്ടി. പിന്നെ? ഞാൻ ഇവിടെ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു. ഫൈസൽ ഉപ്പിയെ നോക്കി. അപ്പോൾ ഈ ഹോട്ടൽ എങ്ങനെ നിങ്ങളുടേതായി? ഹാരിസ് മറുപടി പറയുന്നതിന് മുമ്പ് വയോധികൻ പറഞ്ഞു, അത് ഞാൻ പറയാം. ഫൈസൽ അയാളെ നോക്കി. വയോധികൻ പതുക്കെ തുടർന്നു, നിന്റെ ഉപ്പ അന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഒരിക്കൽ പോലും ആരോടും സഹായം ചോദിച്ചിരുന്നില്ല. ഒരു ദിവസം ഈ ഹോട്ടലിൽ വലിയൊരു പ്രശ്നമുണ്ടായി. വയോധികൻ ഹാരിസിനെ നോക്കി. അത് പറഞ്ഞാൽ? ഹാരിസ് പതുക്കെ പറഞ്ഞു, അന്ന് ഈ ഹോട്ടൽ അടച്ചു പൂട്ടേണ്ടി വന്നിരുന്നു. ഫൈസൽ അമ്പരന്നു. എന്തുകൊണ്ട്? കാരണം ഉടമയ്ക്ക് വലിയൊരു കടബാധ്യതയുണ്ടായിരുന്നു. ഫൈസൽ പതുക്കെ ചോദിച്ചു, അപ്പോൾ ഉപ്പ? ഞാൻ അന്ന് ജീവനക്കാരനായിരുന്നു. പക്ഷേ ഈ ഹോട്ടൽ അടയുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തു ചെയ്തു? ഹാരിസ് ഒന്നും പറഞ്ഞില്ല. അന്ത്യൻ മറുപടി പറഞ്ഞു, അന്ന് ഹാരിസ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു. ഫൈസൽ ആകാംക്ഷയോടെ ചോദിച്ചു, എന്ത് തീരുമാനം? വയോധികൻ ഹാരിസിനെ നോക്കി. അവൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ പണവും ഹോട്ടൽ രക്ഷിക്കാൻ നൽകി. ലുപ്പിയെ നോക്കി. എന്തിന്? കാരണം ഇവിടെ ജോലി ചെയ്തിരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ആ ജോലി നഷ്ടപ്പെടുമായിരുന്നു. ഫൈസലിന് ഒന്നും പറയാനായില്ല. അവൻ ആദ്യമായി തൻ്റെ ഉപ്പയെ മറ്റൊരു രീതിയിൽ കാണുകയായിരുന്നു. യോധികൻ പതുക്കെ പറഞ്ഞു. അതിനുശേഷം ഉടമ ഹാരിസിനോട് ഒരു കാര്യം പറഞ്ഞു, ഈ ഹോട്ടൽ ഇനി നീ നോക്കണം. ഫൈസൽ അമ്പരന്നു. അപ്പോൾ നിങ്ങൾ? അവൻ വയോധികനെ നോക്കി. നിങ്ങളാണോ അന്നത്തെ ഹോട്ടൽ ഉടമ? വയോധികൻ പുഞ്ചിരിച്ചു. അതെ. ഫൈസൽ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ പതുക്കെ ചോദിച്ചു, അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഇവിടെ വരുന്നത് എന്തിനാണ്? ഒരു വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. എന്ത് വാക്ക്? ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളും ഒരിക്കലും വിശന്നിട്ട് വീട്ടിലേക്ക് പോകരുത് എന്ന് ഞാൻ അന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരുന്നു. ഫൈസൽ മിണ്ടാതെ നിന്നു. അവനിപ്പോൾ മനസ്സിലായി, ഉപ്പ തന്നെ വെയിറ്ററായി ജോലി ചെയ്യിപ്പിച്ചത് ഹോട്ടൽ പഠിപ്പിക്കാനല്ല, മനുഷ്യരെ മനസ്സിലാക്കാനായിരുന്നു. പക്ഷേ ഫൈസലിന് അപ്പോഴും അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ആ പഴയ ഫോട്ടോയുടെ പിന്നിൽ എഴുതിയിരുന്ന വാക്കിൻ്റെ പകുതി മാത്രമാണ് അവൻ അറിഞ്ഞത്. മറ്റേ പകുതി അവൻ്റെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഫൈസൽ അന്ന് രാത്രി ഉറങ്ങിയില്ല. ഉപ്പ പറഞ്ഞ ഓരോ വാക്കും അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നു. ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളും വിശന്നിട്ട് വീട്ടിലേക്ക് പോകരുത്. അത് വെറും ഒരു വാക്കായിരുന്നില്ല. ഹാരിസ് 28 വർഷമായി പാലിച്ചു കൊണ്ടിരുന്ന ഒരു വാക്കായിരുന്നു. പക്ഷേ ഫൈസലിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം, ആ വാക്കിൻ്റെ ബാക്കി പകുതി എന്താണ്? അടുത്ത ദിവസം രാവിലെ ഹോട്ടലിലെത്തിയപ്പോൾ പതിവ് പോലെ തിരക്കായിരുന്നു. പക്ഷേ ഫൈസലിന് ഇന്ന് ഹോട്ടൽ പഴയതുപോലെ തോന്നിയില്ല. ഓരോ ജീവനക്കാരനെയും അവൻ ശ്രദ്ധിച്ചു. കിച്ചണിലെ പാചകക്കാരൻ, പാത്രം കഴുകുന്ന സ്ത്രീ, മേശ വൃത്തിയാക്കുന്ന ബാലൻ, എല്ലാവരും തങ്ങളുടെ ജീവിതവുമായി പോരാടുന്ന മനുഷ്യരാണെന്ന് അവനിപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് റഷീദ് അവൻ്റെ അടുത്തേക്ക് വന്നു. ഫൈസൽ, ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ പോകണം. നിന്റെ ഉപ്പ വിളിച്ചിട്ടുണ്ട്. ഫൈസലിൻ്റെ മനസ്സിൽ വീണ്ടും സംശയം. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഹാരിസ് ഫൈസലിനോട് പറഞ്ഞു, നിനക്ക് ഹോട്ടൽ ഇഷ്ടപ്പെട്ടോ? ഫൈസൽ ചിരിച്ചു. ആദ്യ ദിവസം വെറുത്തു, ഇപ്പോൾ ഇഷ്ടമാണ്. ഹാരിസിൻ്റെ മുഖത്ത് ചെറിയൊരു സമാധാനം. എന്തുകൊണ്ട്? അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? ഫൈസൽ ചിന്തിച്ചു. ഹോട്ടൽ, ഇപ്പോൾ ആളുകൾ. ഹാരിസ് പതുക്കെ തലകുനിച്ചു. അതാണ് ഞാൻ നിന്നെ അവിടെ അയച്ചത്. ഫൈസൽ കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഉപ്പ, ഇനി എനിക്കൊരു കാര്യം അറിയണം. ഹാരിസ് അവനെ നോക്കി. ആ ബാക്കി എന്താണ്? ഹാരിസ് പതുക്കെ പറഞ്ഞു. ആ ഹോട്ടലിൻ്റെ ഉടമ എന്നോട് പറഞ്ഞത്. അയാൾ കുറച്ചു നേരം നിശബ്ദനായി. ഒരു ദിവസം നിന്റെ മകൻ ഈ ഹോട്ടലിൻ്റെ ഉടമയാകാൻ ആഗ്രഹിക്കും. അന്ന് അവൻ ഈ ഹോട്ടൽ കൊടുക്കുന്നതിന് മുമ്പ് അവനെ ഇവിടെ ജോലി ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതാണോ? അതെ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്ത് തെറ്റ്? നിനക്കെല്ലാം എളുപ്പത്തിൽ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫൈസൽ ഒന്നും പറഞ്ഞില്ല. നിനക്ക് നല്ല സ്കൂൾ,
നല്ല കോളേജ്, നല്ല കാർ, നല്ല വീട്, നിനക്കൊന്നിനും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് ഞാൻ കരുതി. ഹാരിസിൻ്റെ ശബ്ദം പതുക്കെ ഇടറി. പക്ഷേ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി, സൗകര്യം കൊടുത്ത് മകനെ വളർത്താം, പക്ഷേ ജീവിതം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. ഫൈസലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതുകൊണ്ടാണോ എന്നെ വെയിറ്ററാക്കിയത്? അതെ, എന്നെ അപമാനിക്കാനല്ല. ഹാരിസ് ഉടൻ തലകുലുക്കി. ഒരിക്കലുമല്ല. ഹാരിസ് മകൻ്റെ കൈപിടിച്ചു. നീ ഒരിക്കൽ ആ ഹോട്ടലിൻ്റെ ഉടമയായാൽ, അവിടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ അവൻ നിന്റെ ജീവനക്കാരൻ മാത്രമല്ലെന്ന് നീ ഓർക്കണം. അവൻ ഒരു മനുഷ്യനാണ്. മകൻ ഉപ്പയെ നോക്കി. ആ നിമിഷം അവൻ്റെ മനസ്സിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അവൻ പതുക്കെ പറഞ്ഞു, ഉപ്പ, എനിക്ക് ആ ഹോട്ടൽ വേണം. ആകാനോ? ഫൈസൽ തലകുലുക്കി. അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. സമയം വീടിൻ്റെ ഗേറ്റിന് പുറത്ത് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയത് ആ വയോധികൻ. അയാൾ ഹാരിസിനെ നോക്കി പറഞ്ഞു, ഇനി അവസാനത്തെ കാര്യം കൂടി അവനോട് പറയണം. എന്താണ്? വയോധികൻ പതുക്കെ അകത്തേക്ക് നടന്നു. ഈ ഹോട്ടൽ നിനക്ക് കിട്ടാനുള്ളത് നിന്റെ ഉപ്പ വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രമല്ല, നീ അതിന് അർഹനാണെന്ന് തെളിയിച്ചാൽ മാത്രം. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വയോധികൻ പറഞ്ഞു, നാളെ മുതൽ നീ വെയിറ്ററല്ല, നീ ഹോട്ടലിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യും. എന്ത് ജോലി? കിച്ചണിൽ. ഫൈസൽ ഞെട്ടി. കിച്ചണിലോ? എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല. അറിയേണ്ട. ഹാരിസ് ഒന്നും പറഞ്ഞില്ല. ഫൈസൽ ചോദിച്ചു, പിന്നെ എന്തിനാണ്? ഹോട്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് നിനക്കറിയുമോ? ആലോചിച്ചു. ഓഫീസ്, ക്യാഷ് കൗണ്ടർ. അതൊന്നുമല്ല. അയാൾ പറഞ്ഞു, കിച്ചൺ. എന്തുകൊണ്ട്? കാരണം അവിടെ നിന്നാണ് ഈ ഹോട്ടലിൻ്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. അടുത്ത ദിവസം രാവിലെ ഫൈസൽ കിച്ചണിലെത്തി. അവിടെ 15ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നു. ചൂട്, തിരക്ക്, ഓർഡറുകൾ, പാത്രങ്ങളുടെ ശബ്ദം. ആർക്കും നിൽക്കാൻ സമയമില്ല. അവിടെ പ്രധാന പാചകക്കാരനായ സലീം ഫൈസലിനെ കണ്ടു. നിങ്ങളാണോ പുതിയ ആൾ? അതെ. എന്ത് ചെയ്യാനാണ് അറിയുന്നത്? ഒന്നും അറിയില്ല. സലീം ചിരിച്ചു. അത് നല്ലതാണ്. ഒന്നും അറിയാത്തവനോട് ആദ്യം മുതൽ പഠിപ്പിക്കാം. ആദ്യ ജോലി പച്ചക്കറി അരിയുക. 1 മിനിറ്റിനുള്ളിൽ തന്നെ വിരലുകൾ വേദനിച്ചു. സലീം നോക്കി ചിരിച്ചു. ഇതാണ് നിന്റെ ഉപ്പ നിന്നെ അയച്ചത്, ഒരു പ്ലേറ്റ് ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാക്കാൻ. ഒന്നും പറഞ്ഞില്ല. ഉച്ചയ്ക്ക് വലിയ തിരക്ക്. ഒരു ജീവനക്കാരൻ പെട്ടെന്ന് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയി. സലീം വിഷമിച്ചു. എന്തു പറ്റി? അവൻ്റെ അമ്മയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്. ഫൈസൽ ഉടൻ ചോദിച്ചു, അയാൾക്ക് പോകേണ്ടതല്ലേ? പക്ഷേ ഇന്ന് വലിയ തിരക്കാണ്. ഫൈസൽ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അയാൾ പോകട്ടെ. സലീം അവനെ നോക്കി. നമുക്ക് ജോലി എങ്ങനെ തീർക്കും? ഫൈസൽ ഏപ്രൺ ശരിയാക്കി. ഞാനും ചെയ്യാം. ആ ദിവസം ആദ്യമായി ഫൈസൽ മറ്റുള്ളവരുടെ ജോലി പങ്കിട്ടെടുത്തു. വൈകുന്നേരം വരെ അവൻ ക്ഷീണിച്ചു. അന്ന് രാത്രി എല്ലാവരും പോയ ശേഷം സലീം ഫൈസലിൻ്റെ അടുത്തേക്ക് വന്നു. ഒരു കാര്യം പറയട്ടെ, നിന്റെ ഉപ്പയെക്കുറിച്ച് ഞാൻ 20 വർഷമായി ഇവിടെ കേൾക്കുന്നു. ഇനി എന്താണ് കേൾക്കാനുള്ളത്? സലീം പതുക്കെ പറഞ്ഞു. നിന്റെ ഉപ്പ ഈ ഹോട്ടൽ സ്വന്തമാക്കിയപ്പോൾ ആദ്യമായി ചെയ്തത് സ്വന്തം ഓഫീസ് പുതുക്കുകയല്ല, ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നല്ല സ്ഥലമുണ്ടാക്കി. ഫൈസൽ ഒന്നും പറഞ്ഞില്ല. അന്ന് എല്ലാവരും ചോദിച്ചു, എന്തിനാണ് ഇത്രയും പണം അതിന് ചെലവാക്കുന്നത്? അപ്പോൾ ഉപ്പ എന്താണ് പറഞ്ഞത്? ഞാൻ ഭക്ഷണം വിൽക്കുന്ന ആളാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ വിശന്നിരിക്കുമ്പോൾ എനിക്ക് ആ ഭക്ഷണം വിൽക്കാൻ അവകാശമില്ല. അവന് ആദ്യമായി മനസ്സിലായി, ഉപ്പ തനിക്ക് ഹോട്ടൽ നൽകാൻ ശ്രമിച്ചിരുന്നില്ല. ഉപ്പ തൻ്റെ ജീവിതം മുഴുവൻ പഠിച്ച ഒരു മൂല്യം മകന് കൈമാറുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ വയോധികൻ വീണ്ടും ഹോട്ടലിലെത്തി. നിനക്കിപ്പോൾ ഹോട്ടൽ വേണോ? ഫൈസൽ കുറച്ചു നേരം ആലോചിച്ചു. വേണം. എന്തിനു വേണ്ടി? എൻ്റെ ഉപ്പയുടെ ഹോട്ടലായതുകൊണ്ടല്ല. അയാൾ വയോധികനെ നോക്കി. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ എൻ്റെ ഉത്തരവാദിത്തമാകുന്നതുകൊണ്ട്. അതേ നിമിഷം ഹാരിസ് അകത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ ഒരു ഫയൽ. ഫൈസൽ ഉപ്പയെ നോക്കി. ഹാരിസ് ഫയൽ മേശപ്പുറത്ത് വെച്ചു. മോനെ, ഇനി ഈ ഹോട്ടൽ നിൻ്റേതാണ്. പക്ഷേ അവൻ അത് തുറക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു. ഉപ്പ, ഈ ഹോട്ടൽ നിങ്ങൾ എനിക്ക് തരുന്നത് എന്തുകൊണ്ടാണ്? കാരണം നീ അതിന് അർഹനാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ജനിച്ച ദിവസം തന്നെ ഞാനൊരു തീരുമാനമെടുത്തിരുന്നു, നിന്നെ പണത്തിൻ്റെ വില മാത്രം അറിയുന്ന ഒരാളാക്കി വളർത്തരുതെന്ന്. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നില്ലേ? ഹാരിസ് ചിരിച്ചു. നീ മോശം കുട്ടിയായിരുന്നില്ല. പക്ഷേ നിനക്ക് കിട്ടിയ സൗകര്യങ്ങൾ മറ്റുള്ളവർക്കും സ്വാഭാവികമായി കിട്ടുന്നതാണെന്ന് നീ കരുതിയിരുന്നു. ഇത് നിന്റെ തെറ്റല്ല. ഫൈസൽ ഉപ്പയെ നോക്കി. ഞാൻ നിന്നെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കാനായിരുന്നു ശ്രമിച്ചത്. ിൻ്റെ ശബ്ദം പതുക്കെ ഇടറി. പക്ഷെ പിന്നീട് മനസ്സിലായി, ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ഒരു ദിവസം അവൻ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവനായി മാറും. ഫൈസലിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അപ്പോഴാണ് ആ വയോധികൻ അകത്തേക്ക് വന്നത്. നിന്റെ ഉപ്പയെ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ പണമൊന്നുമില്ലായിരുന്നു.
പക്ഷേ ഇന്നത്തെ ഹാരിസ്, അതെ, ഇന്ന് വലിയൊരു ഹോട്ടലിൻ്റെ ഉടമയാണ്. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഈ ഹോട്ടലല്ല, സഹായിച്ച മനുഷ്യരാണ്. ഫൈസൽ ഹോട്ടലിൻ്റെ ഉടമയായിട്ട് ആദ്യ ദിവസം രാവിലെ തന്നെ ഓഫീസ് മുറിയിലിരുന്നു. മുന്നിൽ അക്കൗണ്ട് പുസ്തകങ്ങൾ. പക്ഷേ അവൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം. ഉടമയായാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവൻ എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് പോയി. സലീം അവനെ കണ്ടപ്പോൾ, നമ്മുടെ ജീവനക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് പഠിക്കണം. സലീം അവനെ നോക്കി. എന്താ പറ്റിയത്? ഇന്നലെ വരെ നീ ഞങ്ങളോടൊപ്പം ജോലി ചെയ്തിരുന്നല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഫൈസൽ ഓരോ ജീവനക്കാരോട് സംസാരിച്ചു. ആർക്കാണ് യാത്രാ ബുദ്ധിമുട്ട്? ആർക്കാണ് കുട്ടികളുടെ പഠനച്ചെലവ്? ആർക്കാണ് വീട്ടിൽ അസുഖമുള്ളത്? ആർക്കാണ് ശമ്പളം കിട്ടുന്ന ദിവസം വരാൻ പോലും ബുദ്ധിമുട്ടുള്ളത്? അവനെല്ലാം കുറിച്ചെടുത്തു. ഉച്ചയ്ക്ക് ഓഫീസിലേക്ക് മടങ്ങിയപ്പോൾ മാനേജർ റഷീദ് ചോദിച്ചു, ഇതെല്ലാം എന്തിനാണ്? ഫൈസൽ പറഞ്ഞു, ഹോട്ടൽ എങ്ങനെ കൂടുതൽ ലാഭത്തിലാക്കാമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നത് അഭിമാനമായി തോന്നണം. അന്നും വയോധികൻ വന്നു. വയോധികൻ വന്നപ്പോൾ ഫൈസൽ അയാളോട് ചോദിച്ചു, എനിക്കൊരു കാര്യം ചോദിക്കണം. നിങ്ങൾ എന്തിനാണ് ഇത്രയും വർഷം എൻ്റെ ഉപ്പയെ സഹായിച്ചത്? വയോധികൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ഉപ്പയെ സഹായിച്ചിട്ടില്ല. അവൻ എന്നെ സഹായിച്ച ഒരു ദിവസം മുതൽ അവൻ എനിക്ക് സുഹൃത്തായി. വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് തകർന്ന സമയത്ത് എല്ലാവരും വിട്ടുപോയിരുന്നു. അന്ന് ഹാരിസ് മാത്രമാണ് കൂടെ നിന്നത്. പണം കൊടുത്തതുകൊണ്ടല്ല, നിങ്ങൾ വീണ്ടും തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് വീണ്ടും തുടങ്ങി, പിന്നീട് വിജയിച്ചു. പക്ഷേ ഹാരിസ് ഒരിക്കലും അതിൻ്റെ പ്രതിഫലം ചോദിച്ചില്ല. അന്ന് ഞാൻ ഹാരിസിനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്താണ് തിരിച്ചു തരേണ്ടത്? ഫൈസൽ ഹോട്ടലിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം രാവിലെ റഷീദ് ഓഫീസിലേക്ക് വന്നു. ഫൈസൽ, ഒരു പ്രശ്നമുണ്ട്. കിച്ചണിലെ സലീം രാജിക്കത്ത് കൊടുത്തു. മറ്റൊരു ഹോട്ടലിൽ കൂടുതൽ ശമ്പളം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫൈസൽ ഉടൻ കിച്ചണിലേക്ക് പോയി. സലീം, തൻ്റെ സാധനങ്ങൾ ഒരുക്കുകയാണ്. നിങ്ങൾ പോകുകയാണോ? എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നീ ഉടമയായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇതൊക്കെ നിന്റെ തലയിൽ ഇടേണ്ടെന്ന് കരുതി. പക്ഷേ ഞാൻ നിങ്ങളുടെ ശമ്പളം കൂട്ടിയാൽ കാര്യം ശമ്പളം മാത്രമല്ല, എൻ്റെ മകൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവളുടെ ഫീസ് വലിയതാണ്. എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി വേണം. ഫൈസൽ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. അത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ എത്ര വർഷം ഇവിടെ ജോലി ചെയ്തു? 18. അപ്പോൾ 18 വർഷം ഈ ഹോട്ടലിന് വേണ്ടി നിന്ന ഒരാളുടെ മകൾക്ക് പഠിക്കാൻ കഴിയാതെ പോകുന്നത് ഞാൻ നോക്കി നിൽക്കില്ല. നിങ്ങൾ ജോലി വിടേണ്ട. നിങ്ങളുടെ മകളുടെ പഠനത്തിനായി ഹോട്ടലിൽ നിന്ന് സഹായം നൽകാം. സലീമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മോനെ, ഇത് സഹായമല്ല. ഇത് ഈ ഹോട്ടലിൽ നിങ്ങൾ 18 വർഷം നൽകിയ സേവനത്തിനുള്ള ആദരവാണ്. അകലെ നിന്ന് റഷീദ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ഉടൻ ഹാരിസിനെ വിളിച്ചു. എല്ലാ കാര്യവും പറഞ്ഞു. അന്ന് വൈകുന്നേരം ഫൈസൽ വീട്ടിലെത്തിയപ്പോൾ ഹാരിസ് അവനെ കാത്തിരുന്നു. ഇന്ന് സലീമിൻ്റെ പ്രശ്നം നീ പരിഹരിച്ചെന്ന് കേട്ടു. റഷീദ് നിങ്ങളോട് പറഞ്ഞോ? അതെ. ഞാൻ തെറ്റ് ചെയ്തോ? ഹാരിസ് തലകുലുക്കി. ഇല്ല. നീ ഇന്ന് ആദ്യമായി ഒരു ഉടമയുടെ തീരുമാനമെടുത്തു. പക്ഷേ പണം കൊടുക്കുന്നത് എളുപ്പമാണുപ്പ. എന്താണ് ബുദ്ധിമുട്ട്? ഫൈസൽ കുറച്ചു നേരം ആലോചിച്ചു. ആൾക്ക് പണം കൊടുക്കുന്നതിലും അവന് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം കൊടുക്കുന്നതാണ് പ്രധാനമെന്ന് തോന്നുന്നു. അടുത്ത ദിവസം രാവിലെ ഹോട്ടലിലെത്തി ഫൈസൽ നേരെ ഓഫീസ് മുറിയിലേക്ക് പോയി. അവൻ്റെ മേശപ്പുറത്ത് ഒരു ചെറിയ പെട്ടി. അത് തുറന്നപ്പോൾ അകത്ത് പഴയൊരു വെയിറ്ററുടെ ബാഡ്ജ്. പിന്നിൽ എഴുതിയിരുന്നു ഹാരിസ്. ഫൈസൽ അത് കയ്യിലെടുത്തു. റഷീദ് വാതിൽക്കൽ നിന്നിരുന്നു. അത് സാറിൻ്റെ ആദ്യത്തെ ബാഡ്ജാണ്. ഫൈസൽ അത്ഭുതത്തോടെ നോക്കി. ഇതിവിടെ ഉണ്ടായിരുന്നോ? എന്തിനാണ് എനിക്ക് തന്നത്? റഷീദ് പുഞ്ചിരിച്ചു. ഇത് നിങ്ങളുടെ ഉപ്പ തന്നതാണ്. ഫൈസൽ ബാഡ്ജ് നോക്കി നിന്നു. അപ്പോഴാണ് റഷീദ് പറഞ്ഞത്, സാർ, നിങ്ങളുടെ ഉപ്പ ഒരു കാര്യം കൂടി പറഞ്ഞു. റഷീദ് പതുക്കെ പറഞ്ഞു. ഫൈസൽ ഒരിക്കൽ ഈ ബാഡ്ജ് നോക്കി അഭിമാനിക്കണം. വെയിറ്ററായി ജോലി ചെയ്തതിലല്ല, ആ യൂണിഫോം ധരിച്ച കാലത്ത് മനുഷ്യരെ മനസ്സിലാക്കാൻ പഠിച്ചതിൽ. ഫൈസൽ ഒന്നും പറഞ്ഞില്ല. അവൻ ബാഡ്ജ് തൻ്റെ മേശയുടെ മുന്നിൽ വെച്ചു. മാസങ്ങൾ കടന്നുപോയി. ഹാരിസ് ഒരു ദിവസം ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ നിന്നപ്പോൾ തന്നെ ഒരു കാഴ്ച കണ്ടു. ഒരു പുതിയ ജീവനക്കാരൻ ഒരു ഉപഭോക്താവിൻ്റെ മുന്നിൽ തെറ്റ് ചെയ്തിരുന്നു. അവൻ പേടിച്ചു നിൽക്കുകയായിരുന്നു. ഫൈസൽ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഭയപ്പെടേണ്ട സാർ, എൻ്റെ തെറ്റാണ്. തെറ്റുണ്ടാകാം, പക്ഷേ പഠിച്ചാൽ മതി. ഹാരിസ് അകലെ നിന്ന് എല്ലാം കണ്ടു. ആ നിമിഷം ഹാരിസ് ചിന്തിച്ചു, താൻ മകന് ഒരു ഹോട്ടൽ കൈമാറിയിട്ടില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട പാഠമാണ് കൈമാറിയത്. പക്ഷേ അതേ ദിവസം എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു കുട്ടിക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം അവനെ നല്ല മനുഷ്യനാക്കി വളർത്തുന്നതാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരുപാട് ദേഷ്യപ്പെട്ട ദിവസങ്ങളും അതൊക്കെ മറന്നേക്കൂ. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല.
ആ ദേഷ്യമാണ് എന്നെ ഈ മനുഷ്യനാക്കി മാറ്റിയത്. ഹാരിസ് മകനെ ചേർത്ത് പിടിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹോട്ടലിൽ ഒരു വലിയ ചടങ്ങ്. എല്ലാ ജീവനക്കാരും ഒരുമിച്ച്. ഫൈസൽ വേദിയിലേക്ക് കയറി. അവൻ്റെ അരികിൽ ഹാരിസും ആ വയോധികനും. ഫൈസൽ പറഞ്ഞു, ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥാവകാശം എനിക്ക് ലഭിച്ച ദിവസം ഞാൻ വളരെ സന്തോഷിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, എനിക്ക് കിട്ടിയത് ഒരു ഹോട്ടൽ അല്ല, ഒരു കുടുംബമാണ്. ജീവനക്കാരുടെ കണ്ണുകളിൽ സന്തോഷം. എൻ്റെ ഉപ്പ എന്നെ ഇവിടെ വെയിറ്ററായി ജോലി ചെയ്യിപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. ചിലർ ചിരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ നന്ദി പറയുന്നു. ഫൈസൽ ഹാരിസിൻ്റെ കൈ പിടിച്ചു. കാരണം അദ്ദേഹം എനിക്ക് പണത്തിൻ്റെ വില പഠിപ്പിച്ചില്ല, മനുഷ്യൻ്റെ വിലയാണ് പഠിപ്പിച്ചത്. ആ വയോധികൻ പതുക്കെ എഴുന്നേറ്റു. ഹാരിസ്, എൻ്റെ വാക്ക് നീ പാലിച്ചു. എൻ്റെ മകനും പാലിക്കും, ഫൈസൽ പറഞ്ഞു. അതെ, ഈ ഹോട്ടലിൽ ആരും വെറും ജീവനക്കാരല്ല. അന്ന് വൈകുന്നേരം എല്ലാവരും പോയതിന് ശേഷം ഫൈസൽ ഒറ്റയ്ക്ക് ഓഫീസിലിരുന്നു. മേശപ്പുറത്ത് 2 സാധനങ്ങൾ. ഹാരിസിൻ്റെ പഴയ വെയിറ്റർ ബാഡ്ജ്, അതിൻ്റെ അരികിൽ പുതിയ ഉടമസ്ഥാവകാശ രേഖ. ഫൈസൽ രണ്ടും ഒരുമിച്ച് നോക്കി. അവൻ പഴയ ബാഡ്ജ് എടുത്ത് നെഞ്ചോട് ചേർത്തു. അപ്പോഴാണ് ഹാരിസ് വാതിൽക്കൽ എത്തിയത്. നോക്കുന്നത് ഇത് ഹാരിസ് ബാഡ്ജ് കണ്ടു. അത് എന്തിനാണ് സൂക്ഷിക്കുന്നത്? ഒരിക്കൽ ഞാൻ ഈ കസേരയിലിരുന്ന് ഞാൻ ആരാണെന്ന് മറന്നാൽ ഇത് നോക്കാൻ. വാതിലടയ്ക്കുന്നതിന് മുമ്പ് ഫൈസൽ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. മതിലിലെ ബോർഡിൽ എഴുതിയിരുന്നത്, ഇവിടെ ഭക്ഷണം വിൽക്കുന്നു, പക്ഷേ മനുഷ്യത്വം സൗജന്യമാണ്. ഫൈസൽ ലൈറ്റ് ഓഫ് ചെയ്തു. ഉപ്പയോടൊപ്പം വീട്ടിലേക്ക് നടന്നു. ഒരു ഉപ്പ മകന് ഒരു ഹോട്ടൽ നൽകി. പക്ഷേ മകൻ അതിനേക്കാൾ വലിയൊരു കാര്യം സ്വന്തമാക്കി, ഉപ്പയുടെ വിശ്വാസം. അതുപോലെ മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള മനസ്സും. മക്കൾക്ക് വലിയൊരു വീട് കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും സ്വത്ത് കൈമാറുന്നതുമൊക്കെ നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു സമ്പത്ത് നമുക്ക് അവർക്കായി നൽകാനുണ്ട്, നല്ലൊരു മനസ്സ്. ജീവിതത്തിൽ എത്ര ഉയരത്തിലെത്തിയാലും തന്നെ ഉയർത്തിയ കൈകളെയും തനിക്കൊപ്പം നിന്ന മനുഷ്യരെയും മറക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥ വിജയം. കാരണം പണത്തിന് ഒരാളെ വലിയവനാക്കാൻ കഴിയും, പക്ഷേ മനുഷ്യത്വമാണ് ഒരാളെ നല്ല മനുഷ്യനാക്കുന്നത്. ഫൈസലിൻ്റെ ഉപ്പ മകന് ഒരു ഹോട്ടൽ നൽകി. പക്ഷേ അതിനേക്കാൾ വിലപ്പെട്ടതായി അദ്ദേഹം മകന് നൽകിയത് മനുഷ്യരെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാനും സഹായിക്കാൻ കഴിയുമ്പോൾ കൈ നീട്ടാനും പഠിപ്പിച്ച ഒരു ജീവിതമാണ്. നമ്മൾ മക്കൾക്കായി എത്ര സ്വത്ത് സമ്പാദിച്ചു എന്നതല്ല അവസാനം അവർ ഓർക്കുന്നത്, നമ്മൾ അവരെ എങ്ങനെയുള്ള മനുഷ്യരാക്കി വളർത്തി എന്നതാണ്. അതുകൊണ്ട് മക്കൾക്ക് സ്വത്ത് നൽകൂ, വിദ്യാഭ്യാസം നൽകൂ, നല്ലൊരു ഭാവി നൽകൂ. പക്ഷേ അതിനോടൊപ്പം മനുഷ്യത്വവും കരുണയും സ്നേഹവും കൂടി പകർന്നു നൽകൂ. കാരണം സ്വത്ത് മക്കൾക്ക് ഒരു ജീവിതം നൽകും, പക്ഷേ നല്ല സംസ്കാരം അവർക്കൊരു നല്ല ജീവിതം ജീവിക്കാൻ പഠിപ്പിക്കും. എൻ്റെ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നെ അറിയിക്കണേ. അടുത്തൊരു മനോഹരമായൊരു കഥയുമായി വീണ്ടും വരാം.